ഹലോ മച്ചാന്മാരെ, കോക്ടെയിൽ മച്ചാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആള് തൂങ്ങി കിടക്കുന്നുണ്ടാ പുള്ളി. അപ്പൊ കാഴ്ച വേണ്ട, നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. എന്താവും എനിക്കറിയില്ല. ഞാൻ തിരിച്ചു കയറാൻ ഫയർഫോഴ്സ് വിളിക്കേണ്ടി വരും. ഞാൻ എന്റെ ക്യാമറ പാക്കപ്പ് ചെയ്യുകയാണ്. സീനായി മൂഞ്ചി ഗായ്സ്, ഇതിന്റെ മേളിലോട്ടാണ് ഞങ്ങൾക്ക് തിരിച്ചു കയറേണ്ടത്. അത് ആഗ്രഹിക്കുന്നവരൊക്കെ വരണ്ട സ്ഥലമാണ്. മുട്ടിടിച്ച് നീ എന്താ കെട്ടിപ്പിടിക്കണ? പാറയെ കെട്ടിപ്പിടിക്കല. മൂഞ്ചി. അപ്പോൾ നമ്മളിന്ന് പോണത് മാൾട്ടയിലെ ബ്ലൂ ഗ്രോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ബ്ലൂ ഗ്രോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ടൂറിസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോണത്. ഇവിടെ സമയം ഇപ്പോൾ 7 മണിയായിട്ടുണ്ട്. 7 മണിക്കുണ്ട് ഇവിടെ നല്ല ഉച്ച സമയം പോലെയാണ്. വെച്ചാൽ മാൾട്ടയിൽ സമ്മർ ടൈമിൽ ഡേ ടൈം കൂടുതലാണ്. 8-8:30 സൺസെറ്റ് വന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് അവിടുത്തെ സൺസെറ്റ് കാണും. പിന്നെ അവിടുത്തെ ചെറിയൊരു അഡ്വഞ്ചർ പരിപാടികൾ. ഇത് നമ്മുടെ ഫ്രണ്ടാണ് നിവിൻ ഇവിടെ നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളൊരാളെ വെയിറ്റ് ചെയ്യണേ, സുധീനെ വെയിറ്റ് ചെയ്യണേ. സുധിയും കൂടി വന്നിട്ട് വേണം. സുധിയാണ് നമ്മുടെ നാവിഗേറ്റർ. സുധിക്കാണ് സ്ഥലങ്ങൾ അറിയാവുന്ന മാൾട്ടയിൽ. അപ്പോൾ അവനെയും പൊക്കിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. ഓക്കെ, അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മുടെ വിശേഷങ്ങൾ. ഓക്കെ, അപ്പോൾ ചീസ്. പൊളി. അപ്പൊ സുധി, എടാ നമ്മളിപ്പോ എങ്ങോട്ടാ പോണത്? ആ സ്ഥലത്തെ കുറിച്ച് ഒരു 2 വാക്കിൽ പറഞ്ഞേ. അതായത് മാൾട്ടയിലെ ബ്ലൂ ഗ്രോട്ട് ഉണ്ട്. ബ്ലൂ ഗ്രോട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അപ്പൊ അതിന്റെ തൊട്ടടുത്ത് ഒരു 2 കിലോമീറ്റർ വ്യത്യാസത്തില് വേറെ അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ആൾക്കാർ ഈ കയറൊക്കെ കെട്ടി ഇറങ്ങില്ലേ, കയറില്ലാണ്ട് ഇറങ്ങാൻ പോണേ. തിരിച്ച് കയറണമെങ്കിൽ എങ്ങനെയാന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇന്നത്തോടെ പരിപാടിയൊക്കെ തീരുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് വീഡിയോസ് ഒന്നും വന്നില്ലെങ്കിൽ ഇതോടെ പരിപാടി തീർന്നിട്ടുണ്ട്. അപ്പൊ കാണാം ഗൈസ്. അപ്പൊ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത് മുട്ടൻ ടാസ്ക് ആണ്. ഇത് ടാസ്ക് അല്ല, ഇത് വൺ ടാസ്ക് ആണ്. സുധി, എന്ത് ടാസ്ക് ആണിത്? ഞാൻ കാണിച്ചു തരാം. നിവിനെ, ഇത് വൺ ടാസ്ക് ആണല്ലോ. മുട്ടൻ തീൻ വൺ ടാസ്ക്. ഇത് ഇവിടെ ആൾക്കാരൊക്കെ മറ്റേ എന്താണ് ഇതിനെ പറയണത്, മറ്റേ ക്ലൈംബിങ് ആ സാധനമൊക്കെ വെച്ചിട്ടാണ് കയറണത്. ഇതൊന്നും ഇല്ലാതെ ഇറങ്ങാനുള്ള പരിപാടിയാണ്. പിന്നെ നമ്മള് മൂടായതുകൊണ്ട് നമ്മൾ ഇറങ്ങാതെ വഴിയില്ലല്ലോ, ഇവിടം വരെ എത്തിയതല്ലേ. ഞാൻ കാണിച്ചു തരാം കേട്ടാ. ഈ സാധനം കണ്ട താഴ്ത്തി ഇറക്കണത്, ഇതിലോട്ട് നമ്മൾ ഇറങ്ങണം. ഇതെങ്ങനെ ഇറങ്ങുന്നത് ഇവൻ കാണിച്ചിട്ടെന്നാ പറയണത്. ഇവൻ നിക്കറൊക്കെ ഇട്ടിട്ട് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സൈഡിലൊരു ബിയർ ഇരിക്കുന്നുണ്ട്. ഇവിടെ ആള് തൂങ്ങി കിടക്കുന്നുണ്ടാ പുള്ളി ഇറങ്ങണ്ട. ഗോൾഡൻ അവർ ആണ്, പൊളി വ്യൂ ആണ്. അപ്പൊ നമ്മൾ താഴത്തോട്ടൊന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഓക്കെ, ഈ സ്റ്റെപ്പ് വേണ്ട. ഈ സ്റ്റെപ്പിൽ കൂടെ നമ്മൾ ഇറങ്ങി ഇങ്ങനെ ചെന്ന് അവിടെ ഒരു തുരുത്തുണ്ട്. അവിടെ ഓക്കെ. എന്റെ ദൈവമേ, പിന്നെ കാലിന് നല്ല നീട്ടുള്ള കാരണം കുഴപ്പമില്ല. ഓക്കെ, ഇറങ്ങിയിട്ടുണ്ട് നമ്മള്. കണ്ടതേ പുള്ളി കണ്ട അവിടെ നിന്ന് കണ്ട ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട് കയറിട്ടിട്ട്. സമ്മതിക്കുന്ന പോലെ
അയ്യോ നോക്കി ഇത്രയും പൊക്കത്തിന് പുള്ളിതേ വന്നാണ്. അടിപൊളി അടി ചിഞ്ചിനാക്കടി. ഇത് ഇറങ്ങാനാണ് ഇവൻ പറയണത്. ഞങ്ങളിതേ താഴെ വരെത്തിയ കഴിഞ്ഞ പ്രാവശ്യം. ഓ ഇത് സീനാണല്ലോ. ആ ഓക്കെ, ഞാൻ എൻ്റെ ക്യാമറ പാക്കപ്പ് ചെയ്യുകയാണ്. ഓക്കെ പാക്കപ്പ്. അപ്പൊ നമ്മളിവിടെ എത്തി. ഇനി ഇറങ്ങേണ്ട ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഇത് കാണില്ല അതെ താഴത്തോട്ട് ഇറങ്ങണം. ഈ താഴത്തോട്ട് ഇറങ്ങണം. അവനവിടെ ഗിംബലും പിടിച്ച് ഇറങ്ങി പോകുന്നുണ്ട്. അവൻ ആഴ്ചയിൽ 4 ദിവസം വന്നെ ഇവിടെ, അതുകൊണ്ട് അവന് കുഴപ്പമില്ല. നമ്മളെന്താ ദൈവത്തിനറിയാം. ഇമാതിരി അഡ്വഞ്ചർ ആണെങ്കിൽ ഞാൻ മറ്റേ ഒരു വള്ളിക്കളത്തോടൊന്ന് ഒരു മറ്റേ ഇതും മേടിച്ചിട്ട് വന്നതല്ല, ഒരു ഷൂസും മേടിച്ചിട്ട് വന്നതല്ല. ഇത് പുത്തൻ ഷൂസും പിന്നെ ഇറങ്ങാതെ ഇവിടെ വരെ വന്നിട്ട് എന്താണ് പറഞ്ഞത്? ഒരെണ്ണം കൂടി അടിച്ചെങ്കിൽ വണ്ടി ഇരുന്നാൽ മതിയായിരുന്നല്ലേ? കറക്റ്റ് സാധനമാണ്. ഇളെ നോക്കി ഇറങ്ങട്ടെ. ഇത് ആരും നിങ്ങൾ വീട്ടിലല്ല എന്തോ വേണത് പുറത്ത് പോയിട്ട് ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഓക്കെ, ഡേഞ്ചറാണ്. തിരിച്ചു കയറാൻ ഫയർഫോഴ്സ് വിളിക്കേണ്ടി വരും. റേഞ്ചും ഇല്ല ഇവിടെ റേഞ്ചും ഇല്ല. ഓക്കെ, ആ റൈറ്റില് അങ്ങോട്ട് തിരിഞ്ഞിറങ്ങാം. അങ്ങോട്ട് തിരിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലെ കാലം ഇങ്ങോട്ട് വെക്കുക. ആ വലത്തെ കൈ അവിടെ പിടിക്കുക, കമ്പിയിൽ പിടിക്കുക. ഇടത്തെ കാല് ഇതില് അങ്ങോട്ട് തന്നെ ആ ഗ്യാപ്പിൽ പിടിച്ചോ. അതിന്റെ അടുത്ത കാല് താഴത്തേക്ക് വെച്ചോ. ഇത് കണ്ട ഒരു ചേച്ചി ഇറങ്ങണം. നോക്കി ഓ ഇതിനാണ് റെസ്പെക്ട് എന്ന് പറയുന്നുണ്ട്. കണ്ട ഓ പൊളിയല്ലേ, നൈസായിട്ട്. പിന്നെ നമ്മളിത് ഇറങ്ങിയിട്ടാ, നമ്മൾ മറ്റേ വള്ളി സാധനം ഇല്ലാതൊക്കെ നമ്മൾ ഇറങ്ങി. ഈ ഫുള്ള് ക്യാമറയാണ് ദേ വിട്ടത് ടിക്ടോക്ക്. ഒരാള് പ്രാഞ്ചി പറഞ്ഞാണ്ട അപ്പച്ചി. ഇതാണ് പറയുന്നത്, പണ്ട് ഒരു ശാപമായിരുന്നു. എന്ത് പൊക്കം കൂടിയതുകൊണ്ടേ ക്ലാസ്സിലൊന്നും പെമ്പിള്ളേരെ ലൈൻ അടിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ വളരെ എളുപ്പമാണ്. ഒന്നാമത് കാലിന് മറ്റേ 1/2 കിലോമീറ്റർ നീട്ടമുണ്ട്, അതുകൊണ്ട് ഇറങ്ങാനും സുഖമാണ് അല്ലേ നിവിനെ? അതെ നിവിൻ അവിടെ വേറെ പരിപാടി ആയതുകൊണ്ട് ഞാൻ ഫോട്ടോ കാണിക്കുന്നതാണ്. കണ്ടാ ഇരുന്നിരുന്നൊക്കെ ഇറങ്ങണത് നിവിൻ. ഞാനും ഇങ്ങനെ തന്നെ ഇറങ്ങുള്ളൂ. ഇറങ്ങാൻ എളുപ്പമുണ്ടാ, കയറാൻ മുട്ടമ്പണിയാണ്. നിന്നാണോ നിങ്ങള്? എന്നാ നമുക്കൊന്ന് നിക്കാട്ടാ. ഇവിടെ എടാ നീ ആ ഗിംബല് കൈ കൊടുക്ക്, സീന ഔട്ട്. അല്ലെങ്കിൽ അങ്ങോട്ട് അല്ലല്ല, അവിടെ വേണമെങ്കിൽ കാലം ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തോ. അങ്ങനെ മച്ചാൻ ഇറങ്ങുന്നുണ്ട് നമ്മുടെ. പോരട്ടെ, തുമ്പ് കൊള്ളിച്ചോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോ സ്ലിപ്പായി പോകും. ഷൂവിന്റെ തുമ്പ് കൊള്ളിച്ചാൽ മതി കേട്ടോ, സൈഡ് കൊള്ളിക്കണ്ട. സൈഡ് കൊള്ളിച്ചാൽ ചിലപ്പോ സ്ലിപ്പാവും.
ഏയ് നെവിന് 2 കാല് വെച്ചാ മതി. കാലിന് നീട്ടുള്ളതുണ്ടല്ലോ ഇത് ഏറ്റവും വലിയ സൂപ്പറാണ്. കാലിന് നീട്ടുള്ളത്, കാലിന് നീട്ടുള്ള ആഗ്രഹങ്ങളില്ല ജീവനെ കണ്ട. ഏയ് 2 കൊച്ചി മച്ചാന്മാരും കൂടെ വരണുണ്ട്. അത് നീട്ടും. നമ്മൾ ഓൾമോസ്റ്റ് എത്തിയെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറിയുണ്ട്. ആ സൈഡിൽ കൂടെ ഇങ്ങനെ കയറിയുണ്ട്. ഈ ഉണ്ട് ഈ വഴി. ഓ അടിച്ച ബിയറൊക്കെ ഇറങ്ങിപ്പോയി. ബിയറല്ല, എനർജി വരെ ഇറങ്ങിപ്പോയി. എനിക്ക് എങ്ങനെയാലും മുകളിലെത്തിയാൽ മതി. ഓ മോനെ വെറുതെ കല്ല് കല്ല് കല്ല്. എൻ്റെ കാല് പറക്കണം ഗായ്സ്. ഇത് നോക്കിയേ, ഈ വ്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും കയറി കിടന്നത്. അയ്യോ ഇത് കയറി പോണോക്കി ഒരുത്തൻ ക്യൂബിൽ പിടിച്ച്. ഗായ്സ് അപ്പോൾ നമ്മളെത്തി, നമ്മൾ സ്ഥലത്തെത്തി. ഓക്കെ, ഇതാണ് വ്യൂ. അതെ അതെ, നെവിൻ പറഞ്ഞത് വളരെ കറക്റ്റ് കാര്യമാണ്. നമ്മൾ ക്യാമറയിൽ കൂടെ കാണുമ്പോൾ എത്രത്തോളം ആ ഒരു വ്യൂ കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ ആ ഒരു സൈലൻസ്, പീസ് മോഡൊക്കെ ഉണ്ടല്ലോ, അത് ആഗ്രഹിക്കുന്നവരൊക്കെ
വരണ്ട സ്ഥലമാണ്. ഇത് എവിടെ സ്ഥലം പ്രോപ്പർലി? ഗർലഫ്സി. ബ്ലൂ ഗൊറോട്ടോയിൽ ഗർലഫ്സി എന്ന് വെച്ചാൽ ബ്ലൂ ഗൊറോട്ടോ മെയിൻ. അവിടെ വേറെ സ്ഥലമുണ്ട്. ഫാമിലി ആയിട്ട് വരാൻ പറ്റില്ല, ബാച്ചിലേഴ്സ്, യങ്സ്റ്റേഴ്സ്. ബട്ട് നമ്മൾ ഇത്രയും പെടച്ച് വലിച്ച് കയറിയാനുള്ള ആ ഒരു എന്താ വർത്ത് ഇറ്റ് ആക്ച്വലി. ഓക്കെ, നമ്മൾ ഗായ്സ് അപ്പൊ നമ്മള് കേറാൻ പോണേണ്. എന്നുവെച്ചാ ഇരുട്ടാവണേന് മുമ്പ് തന്നെ ഇരുട്ടാവണേന് മുന്നേ തന്നെ നമ്മൾ കേറണ്ടേ. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അല്ലാതെ ഞങ്ങൾക്ക് പേടി കൊണ്ടൊന്നും അല്ലട്ടാ. സമയം 8:30 ഉണ്ട്. ഇവിടുത്തെ ടൈം 8:30 ആണ്. കണ്ട സമയം കണ്ട 8:30 ആണ്. 9 മണിയാകുമ്പോൾ പെട്ടെന്ന് ഇരുട്ടാവും. ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ കയറണത് ചിലപ്പോൾ നാളെ രാവിലെ സ്റ്റോറി ഒന്നും മറ്റേ യൂട്യൂബിലൊന്നും വീഡിയോ ഇടാൻ ഞാൻ ഉണ്ടാവില്ല. അപ്പോൾ വീഡിയോ ഒക്കെ വരണ്ടേ ഇനിയും. അപ്പോൾ നമ്മൾ കയറാൻ പോണ വീഡിയോ നീ പറ്റി. അപ്പോൾ ഗായ്സ് നമ്മൾ തിരിച്ചിറങ്ങാൻ പോണേണ്. എന്താവുമെന്ന് എനിക്കറിയില്ല. ഇപ്പം തന്നെ നല്ല ഇരുട്ടായി. എന്താ നോക്കട്ടെ, ലെറ്റ്സ് സീ. ഗായ്സ് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നത്. അല്ലാതെ എനിക്ക് വേണ്ടിയല്ല. നിങ്ങളത് മനസ്സിലാക്കണം. സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ, കമൻറ്റ്, ഷെയർ, ലൈക്ക്, ആ ബെല്ലൈക്കണൊക്കെ കുത്തിപ്പൊട്ടിക്ക് പോയി. ലുക്ക് ഓക്കെ, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യൂ, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റേ ടിം മണിയൊക്കെ പോയി പൊട്ടിക്ക് ഗൈസ് പ്ലീസ്. അമ്മേ മുട്ടിടിച്ച്. മുട്ടിടിച്ച് എൻ്റെ അമ്മോ, മുട്ടിടിച്ച്. അയ്യോ മുട്ടിടിച്ച് ഗായ്സ്. ഇനി ഈ മല കയറണം. അതാണ് സീൻ. ഇനി നമുക്ക് ഈ മല കയറണം ഗൈസ്. ഇരുട്ടത്തും ആ ക്ലാരിറ്റി നോക്കി നിങ്ങൾ. ഇവിടെ ഇരുട്ടായി. അയ്യോ നമ്മൾ വഴി തെറ്റിയാ? എന്താ കയറിട്ടിറങ്ങുന്ന സ്ഥലത്താണ് നമ്മൾ കയറില്ലാതെ ഇറങ്ങുന്നത്. ഞാൻ മൊബൈൽ എടുത്ത് പാക്ക് ചെയ്യട്ടെ, ഇറങ്ങാൻ പറ്റില്ല. അല്ലെങ്കിൽ നീ എന്താ കെട്ടിപ്പിടിക്കണ? പാറേനെ കെട്ടിപ്പിടിക്കണ? ഞാനൊന്ന് പണ്ട് ചെയ്തിട്ടുള്ളല്ലേ. ശരിയാണല്ലോ. ഇത് സ്റ്റക്കായല്ലോ ഞാൻ. ചുവന്ന തൊപ്പി മാത്രം കണ്ടടാ നമ്മുടെ കൊപ്പയും മൂഞ്ചി. ഇതാ കാലിന് ബലം കൊടുത്തിട്ട് കൈ പയ്യെ ലൂസാക്കിയിട്ട് താഴ്ത്തോട്ട് പയ്യെ നോക്കും. അടുത്ത് ഇവിടെ നോക്കും. ബലം കൊടുത്തിട്ട് ഇവിടെ നോക്കും. ഈ കാല് ഇതാണ് ഞാൻ. ഇല്ല ഞാൻ ഇറങ്ങും. അവിടെ യെസ്. ഇതിൻ്റെ മേലോട്ടാണ് എനിക്ക് കയറേണ്ടത്. പകുതി ടാസ്ക് കഴിഞ്ഞു. എൻ്റെ മേലോട്ട് കയറണം. കാൽഭാഗം കഴിഞ്ഞിട്ടുള്ളതല്ലേ. എന്നാലും ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിക്കുന്ന കളിയാ പകുതി കഴിഞ്ഞെന്ന് പറഞ്ഞ്. ഇങ്ങനെ അങ്ങോട്ട് കയറണം. തീരുള്ള കളിയത്. തീരുമ്പോൾ പണി തരാൻ ഞാൻ കുപ്പി ചെയ്ത് ഭൂതമാണ് ഗൈസ്. നമ്മളിരുന്ന സ്ഥലമാണ് ആ മൂലക്ക്. എന്താ ഇത്ര ഇറങ്ങിപ്പോയിട്ട് ആ മൂലക്ക് ഇരുന്നത്. എൻ്റെ അളിയാ ഇത് കഴിഞ്ഞില്ലടാ. അയ്യോ അട്ടപ്പിളകിണ്ട്. ചത്ത് ലിറ്ററലി ചത്ത്. എൻ്റെ മൈക്കിൽ കൂടെ എൻ്റെ ശ്വാസം വിടണം മാത്രമാണ് ഇപ്പോൾ ആൾക്കാർ കേൾക്കണത്. മൈക്ക് എഴുതില്ലല്ലേ.
പോട്ടെ പോട്ടെ. ഓൾമോസ്റ്റ് കഴിയാറായി ഗൈസ് നോക്കിയത് അവർ ഇവിടെ നിന്ന് ഇറങ്ങണേണ് കണ്ട. പുള്ളിക്കാരൻ്റെ വൈഫാന്ന് തോന്നുന്നു പുള്ളിക്കാരനും. അയ്യോ എന്താ അല്ലേ അത് ഈ രാത്രിയിൽ ആ ത്രില്ലാണ് ആക്ച്വലി. ഓരോരുത്തർക്കും ഓരോരോ ത്രില്ലല്ലേ. ചിലർക്ക് മീൻ പിടിക്കാൻ ഭയങ്കര ത്രില്ലായിരിക്കും, ചിലർക്ക് ബസ് ഓടിക്കാൻ ഭയങ്കര ത്രില്ലായിരിക്കും. അങ്ങനെ എനിക്ക് കള്ള് കുടിക്കാൻ നല്ല ത്രില്ലാണ്. അപ്പോൾ അതുപോലെ ഹായ് 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 ഹായ്. അപ്പോൾ ഇവർ കണ്ടത് സെറ്റൊക്കെ ചെയ്യണേ കണ്ടോ. പുള്ളിയുണ്ട് മേളിൽ. അയ്യോ സമ്മതിക്കോട്ടെ കയറട്ടെ. കഴിഞ്ഞു ഗൈസ്, നമ്മൾ കഴിഞ്ഞ പരിപാടി. കോക്ടെയിൽ മച്ചാൻ്റെ അടപ്പിളക്കി ഗൈസ്. ഇത് പണ്ട് മറ്റേ അമ്മമാര് മറ്റേ പഴനിമല കയറൂലേ ഓരോ സ്റ്റെപ്പ് വെച്ചിട്ട്, അതുപോലെ എൻ്റെ അവസ്ഥ. അവരിനേക്കാൾ സ്പീഡിൽ കയറുന്നു ഗായ്സ്. അപ്പോൾ നമ്മൾ മേളിലെത്തി ഗായ്സ്. അവർ കയറണം നോക്കി കണ്ട. എൻ്റെ പുറത്ത് ചെളിയാ, ചെളിയല്ലേ ഉള്ളൂ, ചാവായിരുന്നത് ഭാഗ്യം. ഗായ്സ് കണ്ട കയറണം നോക്കി അവർ. അയ്യോ സമ്മതിക്കാം അല്ലേ. റെസ്പെക്ട്. അപ്പോൾ ഗായ്സ് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. വൻ സീനായിരുന്നു, പക്ഷേ നല്ലൊരു ഹൈക്കിംഗ് ആയിരുന്നു, അഡ്വഞ്ചർ ട്രിപ്പായിരുന്നു. പക്ഷേ നല്ല മുട്ടുവേദന ഉണ്ട് എനിക്ക്. നല്ല ബോഡി പെയിൻ ഉണ്ട്. ഈ പരിപാടി നമ്മൾ ചെയ്യുന്നില്ലല്ലോ, നമ്മൾ എന്താ ചെയ്യുക, നമ്മളിങ്ങനെ റൂമിലിരിക്കുക കള്ളു കുടിക്കുക, അല്ല വേറെ പരിപാടിയൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ നൈസ് ട്രിപ്പായിരുന്നു. താങ്ക്സ് ടു സുബി, പിന്നെ നിവിൻ, പിന്നെന്താ. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത ട്രിപ്പ് വേറെ കിടക്കാച്ച ട്രിപ്സ് വന്നിട്ടുണ്ട്, വെറൈറ്റി ട്രിപ്സ് വന്നിട്ടുണ്ട്. മാൾട്ടയിൽ തന്നെ നമ്മൾ ടെൻ്റൊക്കെ അടിച്ചൊരു പരിപാടിയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്, കിടക്കാച്ചി ഐറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ പോയിട്ട് ഞെക്കി പൊട്ടിക്കുക. ഓക്കെ. അപ്പോൾ